നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും പ്രായമായിട്ടും അവൻ ഇതുവരെ കുട്ടികളി മാറിയിട്ടില്ല. ചെയ്തു കൂട്ടുന്നതിന്റെ സീരിയസ്നെസ്സോ വരും വരായികളെ കുറിച്ചോ ഇവന് യാതൊരു ബോധവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇവനെ നേർവഴിക്കാക്കേണ്ടതിന് പകരം ചേച്ചി വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാ വലിയച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് ഈ റിങ്ങനെ വാങ്ങി തന്നത്? അത് ശരിയാണല്ലോ. എനിക്കിതൊന്നും കണ്ടിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അതും ശരിയാണല്ലോ. ഈശ്വര, ഈ അപ്പൂതാകെ കുളമാക്കുന്ന ലക്ഷണമാണല്ലോ. ലതിക മാഡം, ഇതെന്താ മാഡം ഇതുവരെ ട്യൂഷന് പോകാൻ റെഡിയായില്ലേ? വേഗം വന്നേ, നമുക്ക് പോവാൻ സമയമായി. അതൊക്കെ നമുക്ക് പോവാം. ആദ്യം ഞാൻ ഇതൊന്ന് ആലോചിക്കട്ടെ. എന്ത്? അപ്പു എന്നോട് ചില സംശയങ്ങൾ പറഞ്ഞു. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒന്ന് അറിയണമല്ലോ. അപ്പു കൊച്ചുകുട്ടിയല്ലേ, അപ്പുവിന് പല സംശയങ്ങളും തോന്നും. മാഡത്തിനിപ്പോ എക്സാം എന്നൊരു ചിന്ത മാത്രം മതി. ഹലോ രാജുവേട്ടാ, എന്നെ അങ്ങനെ തീരെ കുട്ടിയാക്കല്ലേ. ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റുള്ളത്? അല്ലെങ്കിൽ രാജുവേട്ടൻ തന്നെ പറ, ഇതെന്താ? വേണ്ട വേണ്ട, ഇനി ചൈൽഡിഷ് ആയ ചോദ്യങ്ങൾ ചോദിച്ചേ വെറുതെ എന്റെ സമയം കൂടി കളയണ്ട. ആ ലതിക മാഡം, വേഗം വന്നേ. മാഡം അപ്പുനെ പോലെയാണോ? പക്വതയുള്ള ആളല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ രാജു ഇതിനൊരു മറുപടി തന്നേ പറ്റും. എനിക്ക് ചുരിദാറിന് പകരം സാരി വാങ്ങി തന്നതിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പല ആഭരണങ്ങൾ ജ്വല്ലറിയിൽ ഉണ്ടായിട്ടും എനിക്ക് റിങ് വാങ്ങി തന്നതിന്റെ പിന്നില് മറ്റെന്തോ ഉദ്ദേശം ഇല്ലേ? മാഡം ഇത് എന്തൊക്കെയായി പറയുന്നത്? അതൊക്കെ പോട്ടെ, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി തന്നിടത്ത് അച്ഛന്റെ ഫ്രണ്ട്സ് എന്തിനാ വന്നത്? അങ്കിളും ആന്റി. എന്റെ പൊന്നും മാഡം, മാഡത്തിന്റെ സംശയങ്ങൾ കേട്ടെ ശരിക്കും എന്റെ ചെവി ചെകിടിക്കുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മാഡത്തിനെ അപ്പു നന്നായിട്ട് കൺഫ്യൂസ് ചെയ്തിരിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ട്യൂഷന് വരുന്നുണ്ടെങ്കിൽ മാഡത്തിന് വരാം. ഞാൻ പോവാ, ബാക്കിയൊക്കെ മാഡത്തിന്റെ ഇഷ്ടം. രാജു നിക്ക്, ഞാനും വരാം. ആ ബുക്ക് എടുക്ക്. ഇങ്ങനൊരു മാഡം. ഇതെന്താ അമ്മേ? അമ്മ ഇത് എവിടേക്കാ? നമ്മൾ രണ്ടാളും ഈ വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നു. പക്ഷെ അമ്മേ, ഞാനല്ലേ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങേണ്ടത്? അമ്മ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയില്ലേ? ഈ അംബിക ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ പോയില്ല ദീപക്കെ. കാലിടറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കളികൾക്ക് ഒരു ഊന്നു കൈയാവും ഈ യാത്ര. അല്ല, ഈ ബാഗൊക്കെ ആയിട്ട് ചേച്ചി ഇതങ്ങോട്ടാ? അതൊക്കെ പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. എന്താ ചേച്ചി, എന്തു പറ്റി? പ്രതാപ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ്. ചേച്ചി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു? ചേച്ചി ഇതെന്താ പറയുന്നേ? എങ്ങോട്ടാ ചേച്ചി പോകുന്നേ? അല്ല, എന്തിനാ ചേച്ചി ഇപ്പൊ പോകുന്നേ? പ്രതാപ, ഇനി നിന്റെ ഒപ്പം കഴിയാൻ ഞാനും എന്റെ മകനും യോഗ്യരല്ല. എന്റെ മകൻ ചെയ്ത തെറ്റിന് നീ അവനെ ശിക്ഷിച്ചില്ല. പക്ഷേ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ചേച്ചി, ദീപകിന്റെ ചില ദുർനടപ്പുകളും അവൻ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളും കാണുമ്പോ
ഇവന്റെ ഭാവി എന്താവുന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും പ്രായമായിട്ടും അവൻ ഇതുവരെ കുട്ടിക്കളി മാറിയിട്ടില്ല. ചെയ്തു കൂട്ടുന്നതിന്റെ സീരിയസ്നെസ്സോ വരും വരായികളെ കുറിച്ചോ ഇവന് യാതൊരു ബോധവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇവനെ നേർവഴിക്കാക്കേണ്ടതിന് പകരം ചേച്ചി വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കിവനെ നന്നാക്കി എടുക്കണം. അതുവരെ ഞാൻ ഈ വീട്ടിൽ തുടരുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവും. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണേ. അനാവശ്യമായി നീ വെറുതെ ടെൻഷൻ അടിക്കരുത്. പിന്നെ സമയത്തിനൊക്കെ ആഹാരം കഴിക്കണം. ചേച്ചി ഇറങ്ങട്ടെ. വാ ദീപകേ. ചേച്ചി, എന്താ പ്രതാപ? ചേച്ചിക്കൊപ്പം വളർന്നവനാണ് ഞാൻ. ഇതുവരെ ഇങ്ങനെയൊരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് എങ്ങനെയാ ചേച്ചിക്ക് ഇവിടെ ഇറങ്ങി പോകാൻ കഴിയുക? അങ്ങനെയല്ല പ്രതാപ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഈ ചെയ്യുന്നതാ ശരി. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. ഒന്നും എനിക്ക് കേൾക്കണ്ട. ചേച്ചിയെ ഞാൻ എങ്ങോട്ടും വിടില്ല. ചേച്ചി ഇവിടെ ഉണ്ടാവണം, ഈ വീട്ടിൽ. അതാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഈ വീടൊരു കുടുംബമായി കാണാൻ എനിക്ക് കഴിയില്ല. ചേച്ചി പോകരുത്, ഇതിന്റെ അപേക്ഷയാണ്. പ്രതാപ, കേട്ടോടാ, എത്ര വലിയ സ്ഥാനത്താ നിന്റെ അമ്മാവൻ എന്നെ കാണുന്നെന്ന്. അമ്മാവന്റെ കാല് വീണ് മാപ്പ് ചോദിക്കടാ. അമ്മാവൻ എന്നോട് പൊറുക്കണം. എന്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. എല്ലാം ക്ഷമിച്ച് അമ്മാവൻ എന്നോട് മാപ്പാക്കണം. നീ നിന്റെ റൂമിലേക്ക് പോ. പിന്നെ നീ കാരണം നിന്റെ അമ്മ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഇനി മേലിലുണ്ടാവരുത്. ചേച്ചി, കണ്ടില്ലേ ശേഖര, ചേച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.